ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ബോട്ടിലാട്ടാണ്, ഫെയറി ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊരു ബോട്ടിലും അതേപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഒരു ഫെവിക്കോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ വൈറ്റ് കളറിലെ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളറിലെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോട്ട് ബുക്കിൻ്റെയൊക്കെ പേജാണ്. അത് തന്നെ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു സോപ്പിൻ്റെ ഇതിൽ നിന്ന് തന്നെ ഇതേപോലെ ഒരു വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിലല്ല, പകുതി വട്ടം മതി. നമുക്ക് അതിൻ്റെ ഡോറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് വശവും ഒരുപോലെ ഇരിക്കാൻ വേണ്ടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതേക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ സോപ്പിൻ്റെ ബോക്സ് തന്നെ വേണമെന്നില്ല, ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും എടുത്താൽ മതി. നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ലെവലാക്കി കൊടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിത് മേൽക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ടൈം എടുക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സീഷെല്ലാണ്, അതിൻ്റെ അരിയത്തേക്ക് വെക്കുക. സീഷെല്ല് ഇല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി. ഇത്തിരി ഇത് കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പേപ്പർ ചുരുട്ടിയായാലും വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഇത്തിരി പേപ്പർ നനച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു വൃത്തത്തിൽ ചെയ്തെടുക്കുക. ഇത്തിരി മുകളിലായിട്ട് ചെയ്താൽ മതി. ക്ലേ ഉള്ളവർക്ക് ക്ലേ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ക്ലേ ഇല്ലാത്തവർ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം കൂടി പോകരുത്. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് എടുത്ത് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ പെയിൻ്റൊക്കെ ആകെ മോശമായി പോകും. പിന്നെ ഇതേപോലെ നമുക്കൊന്ന് വെച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ജനലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് പേപ്പർ മടക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിന് പകരവും നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ക്ലേയും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പേപ്പർ തന്നെയാണ്, പക്ഷേ മടക്കിയാണ് എടുത്തേക്കുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് ചുരുട്ടിയെടുക്കാവുന്നതാണ്. ഇത്തിരി വീതിയിൽ ഇതേപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുമ്പോൾ ആ വാതിലിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ രണ്ടെണ്ണം ഇതേപോലെ തന്നെ ചെയ്തിട്ട് രണ്ടും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് വർഷ, വിശാൽ, വൈഗ, തൃഷ, ശ്രിത, പിന്നെ തൃഷയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു ബിഗ് ഹായ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ ആയതുകൊണ്ട് ഇത്തിരി ടൈം പിടിക്കും, എന്നാലും പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വാട്ടർ കളറാണ്, ആക്രിലിക് കളർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ ആ മുകളിലുള്ള ആ ഹോളിനും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അത് ഇത്തിരി ഡാർക്കായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഉണങ്ങി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്യാവൂ, അല്ലെങ്കിൽ ആകെ അലമ്പായി പോവും. എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സോപ്പ് ബോക്സിൻ്റെ ആ ഒരു ഭാഗമാണ്, എന്തെങ്കിലും ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ആകെ ബ്ലീറ്റായിട്ട് ഇതേപോലെ ചെയ്തെടുക്കണം. വണ്ടിയിൽ കുപ്പി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഒരു നോട്ട് ബുക്കിൻ്റെ ആ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുമ്പിൾ പോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു അറ്റത്ത് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും. എന്നിട്ട് നമുക്കതൊന്ന് നമ്മുടെ കുപ്പിക്ക് വേണ്ടതനുസരിച്ചിട്ട് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് ഞാനത് വൈറ്റ് കളറിലെ പേപ്പർ വെച്ചിട്ടൊന്ന് ചെയ്യണം. നമ്മുടെ നോട്ട് ബുക്കിൻ്റെ പേജാണ്, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് അതുപോലെ ഒരു ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഇതൊന്ന് അടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ യെല്ലോവും ഗ്രീനും ഉണ്ട്, അപ്പോൾ അത് രണ്ടും കൂടിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ അടിച്ചെടുക്കുന്നത്. ഇനിതാ ഇവിടെ ഇതുപോലെ ബ്ലാക്ക് കളറിലെ ഷെയ്ഡ് ഞാൻ കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ തന്നെ കൊടുക്കുക. അപ്പോൾ ആ ഒരു കട്ടയ്ക്കൊക്കെ അത്ര ബ്ലാക്ക് കൊടുക്കണ്ട, കാരണം അത് ഇത്തിരി കളർ കുറവായാലും കുഴപ്പമില്ല. നമുക്ക് വേറൊരു കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാനിതുപോലെ മജന്ത കളർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരിയും കൂടി ഭംഗിയുണ്ടാകും. വിടവിലൊക്കെ നന്നായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുക. അതിൻ്റെ മുകളിലധികം ബ്ലാക്ക് കളർ വേണ്ട. ഇനി ഇതേപോലെ ഒരു പേപ്പർ മടക്കി എടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് കാട്ടുവള്ളി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് പശ എടുത്തിട്ട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ പിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാകും. എന്നിട്ട് നമുക്കതൊന്ന് കളറൊക്കെ ചെയ്തെടുക്കാം. ആ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ആ ബ്ലാക്ക് കളർ ആവാത്തുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് കൊടുക്കുക. ആ കട്ടയമൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതൊരു പായലിൻ്റെ എഫക്റ്റ് കിട്ടാൻ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ഡോറിനും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പായൽ പിടിച്ച പോലെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത്തിരി പഴയതാണെന്ന് തോന്നിക്കുമല്ലോ, ഒരു കാട്ടുപ്രദേശം മാതിരി ഇരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ ചെറിയ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇതുപോലെയുള്ള കളർ പേപ്പറിൽ നിന്ന് ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് മേൽക്കൊന്ന് വെച്ച് കൊടുക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം.
ഇപ്പോൾ എല്ലാ പൂക്കളും വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ ആർട്ട് റെഡി ആയിട്ടുണ്ട്. മുകളിൽ ആ ഭാഗം കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈഡ് പിക്ക് അയക്കുക. ഇൻസ്റ്റാഗ്രാമിലേക്കോ മെയിൽ ഐ ഡിയിലേക്കോ. നമ്മുടെ സബ്സ്ക്രൈബറായ ആര്യ ചെയ്ത് അയച്ചെന്ന ക്രാഫ്റ്റ് ഐഡിയ ആണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ട്രൈഡ് പിക്ക് അയക്കണം. അടുത്ത വീഡിയോ കാണാം. താങ്ക്